വെൽക്കം. തഹ്മനാണ്. എൻഡോക്രൈൻ ഫാർമക്കോളജിയിൽ ഈ വീഡിയോ പ്രൊജസ്റ്ററോൺ ആൻഡ് പ്രൊജസ്റ്റിൻസിനെ കുറിച്ചിട്ടാണ്. സോ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ, അതിന്റെ ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി. സോ ഫിസിയോളജി പറയണം ആൻഡ് ഓൾസോ ഫാർമക്കോളജി പറയണം ആൻഡ് ഓൾസോ പ്രൊജസ്റ്റിൻസ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ട് അതിന്റെ ഫാർമക്കോളജി. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ പറയാം. എന്താണ് പ്രൊജസ്റ്ററോൺ? പ്രൊജസ്റ്ററോൺ ഒരു 21 കാർബൺ ഉള്ള ഒരു സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള ഒരു ഹോർമോണാണ്. സോ ഇറ്റ്സ് എ ഹോർമോൺ. പ്രൊജസ്റ്ററോണിന്റെ കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡോൾഫ് ബുട്നാട്ടിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 1937 39 ഒക്കെയാണ് തോന്നുന്നു. ആൻഡ് പ്രൊജസ്റ്ററോൺ ശരീരത്തിൽ ഉണ്ടാകുന്നത് സ്റ്റിറോയിഡിലാണ്. അപ്പോൾ കൊളസ്ട്രോളിൽ നിന്നാണ് ഉണ്ടാവുക. ആദ്യം ഉണ്ടാകുന്നത് പ്രഗ്നിനോലോൺ ആണ് ഉണ്ടാകുന്നത്. അത് പിന്നീട് അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ ഉണ്ടാകും. ആൻഡ് ഇതിൽ നിന്ന് പിന്നീട് 17 ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ ഉണ്ടാകുന്നുണ്ട്. ദെൻ പ്രൊജസ്ട്രോണിൽ നിന്നാണ് പിന്നെ ആൻഡ്രോജൻസ് ഉണ്ടാവുക. ആൻഡ്രോജൻസിൽ നിന്ന് ഈസ്ട്രോജൻ ഉണ്ടാകും. സോ ഇത് നമ്മൾ ഈസ്ട്രോജൻ അതിനകത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇൻ നോൺ പ്രഗ്നന്റ് നോർമലായിട്ടുള്ള സ്ത്രീകളിൽ, നോൺ പ്രഗ്നന്റ് എന്ന് വെച്ചാൽ ഗർഭിണി അല്ലാത്ത സ്ത്രീകളിൽ ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയത്തിൽ നിന്ന് അതിന്റെ 2 ഫേസ് ഉണ്ട്. വൺ ഫോളിക്കുലാർ ഫേസിൽ അത് തീക്കാ സെൽസ് ആൻഡ് ഓൾസോ ഗ്രാനുലാർ സെൽസിൽ നിന്ന് കുറച്ചുണ്ടാകും. ആൻഡ് ഇതിന്റെ സെക്കൻഡ് ഫേസ്, ഫോളിക്കുലാർ ഫേസ് കഴിഞ്ഞാൽ പിന്നെ ലൂട്ടിയൽ ഫേസിൽ ഓവുലേഷന് ശേഷം കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നാണ് ഉണ്ടാവുക ധാരാളമായിട്ട്. സോ സെക്രട്ടറി ഫേസിൽ ഏകദേശം 10 to 20 മില്ലിഗ്രാം പെർ ഡേ ദിവസം ഈ സംഭവം പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പുരുഷന്മാരിൽ 1 to 5 മില്ലിഗ്രാം വീതം ദിവസം ഉണ്ടാവുന്നുണ്ട്. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നിട്ടായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഗർഭിണികളിൽ, ഇതിപ്പോൾ നോർമൽ നോൺ പ്രഗ്നന്റ് ആണ്, ഗർഭിണികളിൽ ഇൻ പ്രഗ്നൻസി ഇതുണ്ടാകുന്നത് ആദ്യം ഈ സെയിം തന്നെയാണ്, കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. പിന്നീട് അതിനുശേഷം പ്ലാസെന്റ ആയിരിക്കും കാര്യങ്ങളൊക്കെ. സോ ഫ്രം ദ പ്ലാസെന്റ. ഇനി പ്രൊജസ്ട്രോണിന്റെ ഹാഫ് ലൈഫ്, ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോണിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് വെറും 4 to 5 മിനിറ്റ്സ് ഉള്ളൂ. വളരെ കുറവാണ്, വേഗത്തിൽ നശിച്ചു പോകും. സോ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം, വായിലൂടെ കൊടുത്താൽ, ഗുളികയായിട്ട് കൊടുത്താലും വേഗം നശിച്ചു പോകും. സോ ഗുളികയായിട്ട് പ്രൊജസ്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം കൂടുതലുള്ളതുകൊണ്ട് ഫലം കുറവാണ്. എങ്കിലും ഓറൽ പ്രൊജസ്ട്രോൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ ഈ ഹോർമോൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് മെക്സിക്കൻ യാമിൽ നിന്നാണ്. മെക്സിക്കൻ യാം എന്ന് വെച്ചാൽ മെക്സിക്കൻ കാച്ചിൽ, ഡയസ്കോറിയ മെക്സിക്കാന, അതിൽ നിന്ന് നമുക്ക് ഈ സംഭവം കിട്ടും. അത് നമ്മൾ എടുക്കുന്നത് ഹൈലി മൈക്രോണൈസ്ഡ് ആണ്. മൈക്രോണൈസ്ഡ് എന്ന് പറഞ്ഞാൽ 10 മൈക്രോമീറ്റർ അത്രയൊക്കെ ചെറുതാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് അത് മാത്രമല്ല, അതിനെ നമ്മൾ ഓയിൽ സസ്പെൻഷൻ ആക്കി ക്യാപ്സ്യൂൾ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ കുറേയെങ്കിലും നമുക്ക് ഫലം കിട്ടുന്നുണ്ട്. സോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഓറലായിട്ട് നമുക്ക് കൊടുത്താൽ ഫലമില്ല. ഇഞ്ചക്ഷനായിട്ട് കൊടുത്താലും വേഗം നശിച്ചു പോകുന്നുണ്ട്. സോ ഇതാണ് അതിന്റെ ബയോ ഐഡന്റിക്കൽ പ്രൊജസ്ട്രോൺ. നാച്ചുറൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ യാമിൽ നിന്ന് കിട്ടുന്ന മൈക്രോണൈസ്ഡ് പ്രൊജസ്ട്രോൺ ആണ് ബയോ ഐഡന്റിക്കൽ. സോ ഇതിന്റെ ബയോ അവൈലബിലിറ്റി ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ അതിനെ സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കി. സിന്തറ്റിക് അനലോഗ്സ് ഓഫ് പ്രൊജസ്ട്രോൺ നമ്മൾ ഉണ്ടാക്കി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജസ്റ്റിൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻസ് എന്ന് വിളിക്കുക. പ്രൊജസ്റ്റോജൻസ് എന്നോ പക്ഷേ ഫേമസ് ആയിട്ട് വിളിക്കുന്നത് പ്രൊജസ്റ്റിൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ നമുക്ക് പ്രൊജസ്ട്രോൺ ലൈക്ക് മരുന്നുകളെ കുറിച്ച് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രൊജസ്റ്ററോൺ തന്നെയാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ മെക്സിക്കൻ യാമിൽ നിന്ന് കിട്ടുന്ന മൈക്രോണൈസ്ഡ് പ്രൊജസ്ട്രോൺ ആണ് നമ്മൾ നാച്ചുറൽ പ്രൊജസ്ട്രോൺ ആയിട്ട് ഉപയോഗിക്കുക. അതാണ് ഒരെണ്ണം. രണ്ടാമത്തത് എല്ലാം സിന്തറ്റിക് ആണ്. സിന്തറ്റിക് എല്ലാം തന്നെ നമ്മൾ പ്രൊജസ്റ്റിൻസ് എന്നാണ് വിളിക്കുക നമ്മൾ പറഞ്ഞു. ആൻഡ് അതിൽ ഒന്ന് ഈ പ്രൊജസ്ട്രോണിന്റെ, നാച്ചുറൽ പ്രൊജസ്ട്രോണിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവ്സ് ഓഫ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ 21 കാർബൺ മിക്കവാറും അതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലാത്തതുമുണ്ട്. ആൻഡ് ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പ്, ഡെറിവേറ്റീവ്സിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് പ്രഗ്നെയിൻസ് എന്ന് വിളിക്കും. സോ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ആൻഡ് ഇതിലെ ഫേമസ് ഡ്രഗുകൾ ഒന്ന് മെഡ്രോക്സി പ്രൊജസ്റ്ററോൺ അസറ്റേറ്റ്, ഫേമസ് ഡിപ്പോപ്രോവേറ എന്നൊക്കെ പറയുന്നത് ഇതാണ്, ഡിപ്പോപ്രോവേറ. ദെൻ ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ ആണ്. മെഡ്രോക്സിക്ക് പകരം ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് ഓർ കാപ്രോയിറ്റ് ആണെന്ന് തോന്നുന്നു. കാപ്രോയിറ്റ് സോൾട്ട്. ദെൻ മെജസ്റ്ററോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, മെജസ്റ്ററോൾ ഉണ്ട്. ദെൻ ക്ലോർമാനിഡോൺ അസറ്റേറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ദെൻ പിന്നെയുള്ള ഒരെണ്ണം ഡിഡ്രോജെസ്റ്ററോൺ ആണ്. ഇത് ഫേമസ് ആണ്. ഡുഫാസ്റ്റോൺ എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഐസോജെസ്ട്രോൺ ആണ് വേറെ കെമിക്കൽ അതിന്റെ പേര്. ആൻഡ് ഈ മരുന്നിന്റെ പ്രത്യേകത ഇത് ഓവുലേഷൻ തടയാത്ത മരുന്നാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഡിഡ്രോജെസ്ട്രോൺ ഇതൊരു ടിപ്പിക്കൽ പ്രൊജസ്ട്രോൺ ആണെന്ന് പറയാം.
സോ ഇനി പ്രഗ്നന്റ് അല്ലാത്തതുണ്ട്. പ്രഗ്നന്റ് അല്ലാത്തതിനെ നമ്മളിപ്പോൾ എന്ത് വിളിക്കും? നോർ പ്രഗ്നൻസ് എന്ന് വിളിക്കാം. നോർ പ്രഗ്നൻസ് എന്ന് പറയുന്നത് ഉദാഹരണം നോമിജെസ്ട്രോൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അടുത്തതാണ് ട്രൈമിജസ്റ്റിൻ ആണ്. ഓക്കെ, ദെൻ പ്രോമെജസ്ട്രിൻ. സോ കെമിക്കലി വ്യത്യസ്തമാണ്, പക്ഷെ ഇവയ്ക്കെല്ലാം തന്നെ പ്രൊജസ്റ്ററോൺ ലൈക്ക് ആക്ഷൻ ആണ്. മിക്കവാറും പ്രൊജസ്റ്ററോൺ ചെയ്യുന്ന ആക്ഷൻ, പ്യുവർ പ്രൊജസ്റ്ററോൺ ലൈക്ക് ആക്ഷൻസ് തന്നെയാണ് ഇവയ്ക്കുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് സിന്തറ്റിക്കിൽ നമുക്ക് പറയാനുള്ളത്, അതിൽ പ്രൊജസ്റ്ററോണിന്റെ പ്രവർത്തനം തന്നെ ഉണ്ട്. 19C നോർ ടെസ്റ്റോസ്റ്റെറോൺ ഡെറിവേറ്റീവ് ആണ്. സോ നോർ ടെസ്റ്റോസ്റ്റെറോൺ ഡെറിവേറ്റീവ്സ് 19C. സോ ഇതിൽ വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ ഇസ്ട്രെയിൻസ് എന്ന് വിളിക്കും. ഇസ്ട്രെയിൻസിന് പേരിൽ തന്നെ ഉള്ളതുപോലെ ഈസ്ട്രോജനിക് ആക്ഷൻ ഉണ്ട്, ഈസ്ട്രോജനിക് ആക്ഷൻസ് ഉണ്ട്, ആൻഡ് കുറച്ച് ടെസ്റ്റോസ്റ്റെറോൺ ലൈക്ക് ആക്ഷൻസും ഉള്ളതാണ് ഇസ്ട്രെയിൻസ് എന്ന് പറയാം. ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോർ എത്തിൻട്രൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. നോർ എന്ന് പറയുന്ന മരുന്ന്, അതിന് നോർ എത്തിസ്റ്ററോൺ എന്നും നമ്മൾ വിളിക്കാറ്. ദെൻ പിന്നുള്ളത് ഫേമസ് ആണ് ലൈനസ്റ്ററനോൾ എന്ന് പറയുന്ന ഒരു മരുന്ന്. എത്തിനൈൽ ഈസ്ട്രനോൾ ആണ് സംഭവം. ദെൻ ഡൈനോജസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന്. സോ ഇവയ്ക്കെല്ലാം ഈസ്ട്രോജനിക് ആക്ഷൻസ് മൂലമുള്ള ആന്റി ഓവുലേറ്ററി ആക്ഷനുകളുണ്ട്. ദീസ് ആർ യൂസ്ഡ് ആസ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ ആൻഡ്രോജനിക് എഫക്ട് ഓർ ടെസ്റ്റോസ്റ്റെറോൺ ലൈക്ക് എഫക്ട് മൂലം കുറച്ച് ആക്നി ഉണ്ടാകും, കുറച്ച് ഹെർസ്യൂട്ടിസം, അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ്, ഈസ്ട്രെയിൻ അല്ലാത്തൊരു മറ്റേ ഗ്രൂപ്പ്സ് ആണ് ഗൊണൈൻസ് എന്ന് വിളിക്കുക. സോ ഇതാണ് മറ്റൊരു ഗ്രൂപ്പ്, ഈസ്ട്രെയിൻസ് ആൻഡ് ഗൊണൈൻസ്. ആൻഡ് ഇവയ്ക്ക് അപ്പോൾ ഈസ്ട്രോജൻ ലൈക്ക് ആക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഈ ആക്ഷനില്ല, ടെസ്റ്റോസ്റ്റെറോൺ ലൈക്ക് ഓർ ആൻഡ്രോജനിക് ആക്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത. സോ അപ്പോൾ OCPAS ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ്രോജനിക് ആക്ഷൻസും ഇല്ല. ഏതൊക്കെയാണ് മരുന്ന്? നോർജെസ്ട്രൽ, എല്ലാം സ്ട്രൽ എന്നുള്ള വാക്കിലാണ് അവസാനിക്കുക. അതിൻ്റെ തന്നെ ലീവോ എന്ന് എഴുതുക, നോർജെസ്ട്രൽ എന്ന് എഴുതുക. ദെൻ ഡിസോജെസ്ട്രൽ എന്ന് പറയുന്ന ഒരു മരുന്ന്. ദെൻ ഇറ്റോനോർജെസ്ട്രൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം നോർജെസ്റ്റിമേറ്റ് ആണ്, ദെൻ ജെസ്റ്റോഡീൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് ഇവയ്ക്ക് പ്രൊജസ്റ്റൻ ലൈക്ക് ആക്ഷൻസ് ഉണ്ട്, അത് കൂടുതലാണ്. ആൻഡ് ഈസ്ട്രോജന്റെ നല്ല ഗുണങ്ങൾക്ക് എതിരല്ല എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. സോ ആൻഡ്രോജനിക് ആക്ഷൻസ് ഇല്ലാത്തത് മൂലം നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ആക്നി, ഹെർസ്യൂട്ടിസം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറവാണ്. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക നോർ പ്രൊജസ്റ്റിൻസ് എന്ന് വിളിക്കും. ആൻഡ് ഇത് സ്പൈറോലാക്ടോൺ എന്ന് പറയുന്ന തരം മരുന്നിന്റെ ഒരു ഡെറിവേറ്റീവ്സ് ആണ്. ഇവിടെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻസ് ആണുള്ളത്. ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ആന്റി ആൻഡ്രോജനിക് ആക്ഷൻസും ഉള്ളതാണ്. മരുന്നിന്റെ പേര് ഡ്രോസ്പിറിനോൺ എന്നാണ്. സ്പൈറോലാക്ടോൺ ഒക്കെ പോലുള്ള ഒരു പേരാണ്, ഡ്രോസ്പിറിനോൺ ആണ്. സോ ആന്റി ഈസ്ട്രോജനിക് എഫക്റ്റ് മൂലം നമുക്ക് എൻഡോമെട്രിയോസിസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഈസ്ട്രോജനിക് എഫക്റ്റ് ഇല്ലാത്തത് മൂലം ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതയും കുറവായിരിക്കും. ദെൻ ആന്റി ആൻഡ്രോജനിക് ഉള്ളത് മൂലം നമുക്ക് ആക്നി, ഹെർസ്യൂട്ടിസം അതിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ അങ്ങനെയുള്ള ഒരു മരുന്നാണ് ഡ്രോസ്പിറിനോൺ. സോ നോർപ്രൊജസ്റ്റിൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് സിന്തറ്റിക് തന്നെയാണ്, പക്ഷെ ഡെറിവേറ്റീവ്സ് ഓഫ് പ്രൊജസ്ട്രോൺ, അതിൽ പ്രഗ്നൻസ് പറഞ്ഞു, നോർ പ്രഗ്നൻസ് പറഞ്ഞു. പിന്നെ എല്ലാം 19 നോർ ടെസ്റ്റോസ്റ്റെറോൺ ഡെറിവേറ്റീവ് ആണ്. അതിനകത്ത് ഈസ്ട്രെയിൻ പറഞ്ഞു, ഗൊണൈൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് വേറൊരു തരം ഡെറിവേറ്റീവ് ആണ് നോർ പ്രൊജസ്റ്റിൻ. ഇത്രയും പ്രൊജസ്റ്റിൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനി പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. ഫാർമക്കോളജി പറയണം. അപ്പോൾ ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി രണ്ടും ഒരുമിച്ചാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇത് പ്രവർത്തിക്കുന്നത് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് വഴിയാണ്. AMB ഉണ്ട്. സോ ദീസ് ഓൾ ആർ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ന്യൂക്ലിയർ റിസപ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ പ്രൊജസ്ട്രോൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് തോന്നുന്നത്? പ്രൊജസ്റ്റേഷൻ അല്ലെ, ജെസ്റ്റേഷൻ പ്രഗ്നൻസി ആണ്, അല്ലെങ്കിൽ ഫേവറിങ് പ്രഗ്നൻസി, ഗർഭത്തിന് അനുകൂലമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് വരുന്നത്, സ്റ്റുഡൻസിന് വരുന്നത്, ഇതെന്തുകൊണ്ടാണ് അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുക? കോൺട്രാസെപ്റ്റീവ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി തടയലല്ലേ? സോ അതാണ് ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ പോകാൻ വളരെ സിമ്പിൾ ആണ്. സോ നമ്മളിപ്പോൾ ഗർഭിണിയായെന്ന് വിചാരിക്കുക, ഗർഭിണിയായി കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ
അപ്പോൾ ഗർഭിണിയായി ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് കരുതിയാൽ ഇതിനെ ഇനി സംരക്ഷിക്കണം അല്ലെ, ഇതിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സ്പേം വരാതെ ഇരിക്കുക, പുതിയൊരു സ്പേം നമ്മുടെ യൂട്രസിനകത്തേക്ക് എത്താതെയും അവ ഫെർട്ടിലൈസേഷൻ നടത്താതെയും ശ്രദ്ധിക്കണം. സോ ഈ സംഭവമാണ്, ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, കോൺട്രാസെപ്റ്റീവ് ആക്കി ഉപയോഗിക്കും. സോ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പുതിയ സ്പേം വരാതെയും ഫെർട്ടിലൈസേഷൻ പുതിയ നടക്കാതെയും തടയുന്ന ഗുണമാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഓൾറെഡി പ്രഗ്നന്റ് ആയാൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഗർഭം സംരക്ഷണമാണ്, ഗർഭത്തെ സംരക്ഷിക്കുക. സോ ഇതാണ് ഇതിന്റെ ഗർഭസംരക്ഷണ ആക്ഷൻ, ഇതാണ് ഇതിന്റെ കോൺട്രാസെപ്റ്റീവ് ആക്ഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇവയ്ക്ക് അപ്പം എന്തൊക്കെ ആക്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ റിസപ്റ്ററിൽ ആക്ഷൻ ഉണ്ട്, അതാണ് ഒരു ആക്ഷൻ. ഞാൻ പ്രൊജസ്ട്രോണിന്റെ കാര്യമാണ് പറയുന്നത്. ദെൻ ദിസ് ക്യാൻ ആക്ട് ആസ് ആന്റി ഈസ്ട്രോജനിക് എഫക്റ്റ് ഉണ്ട്, ആന്റി ഈസ്ട്രോജനിക് എഫക്റ്റും ഇവയ്ക്കുണ്ട്. ദെൻ ആന്റി ആൻഡ്രോജനിക് ആക്ഷൻസ് ഇവയ്ക്കുണ്ട്, ആന്റി ആൻഡ്രോജനിക് ആക്ഷനും ഇവയ്ക്കുണ്ട്. ദെൻ ആന്റി മിനറലോകോർട്ടിക്കോയിഡ് ആക്ഷൻസ് ഉണ്ട്. ആന്റി പ്രൊജസ്ട്രോണിന്റെ ഡെറിവേറ്റീവ്സ് ഓർ മെറ്റബോളൈറ്റ്, ശരീരത്തിലുള്ള മെറ്റബോളൈറ്റ്, അവയ്ക്ക് ഗാബ എ ക്ലോറൈഡ് ചാനൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, അതിനകത്തും ആക്ഷൻസ് ഉണ്ട്. സോ പ്രൊജസ്ട്രോണിന് ഈ പറയുന്ന എല്ലാ ആക്ഷൻസും ഉണ്ട്. പ്രൊജസ്ട്രോൺ റിസപ്റ്റർ ആക്ഷൻ, ആന്റി ഈസ്ട്രോജനിക് ആക്ഷൻ, ആന്റി ആൻഡ്രോജനിക് ആക്ഷൻ, ആന്റി മിനറലോകോർട്ടിക് ആക്ഷൻ ആൻഡ് ഗാബ എ ആക്ഷൻസ്. സോ അപ്പോൾ നമുക്ക് ആക്ഷൻസ് ഓഫ് പ്രൊജസ്ട്രോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂട്ടറസ് പ്രഗ്നൻസി റെഡിയാക്കുക എന്നുള്ളതാണ്. സോ യൂട്ടറസ് ആയിട്ട് വരികയാണ്, ഇത് ഫലോപ്പിയൻ ട്യൂബ്സ്. സോ ഇത് യൂട്ടറസ്, ഇത് സെർവിക്സ് ആൻഡ് ദിസ് ഈസ് വജൈന എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂട്ടറസിനെ പ്രഗ്നൻസി റെഡിയാക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ ഏർലി പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് ഒക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്സ്, ഈ ഫലോപ്പിയൻ ട്യൂബ്സിന്റെ സെക്രട്ടറി ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാം, അപ്പോൾ സ്പെർമത്തിലേക്ക് കൂടി ഇവിടെ എത്താനൊക്കെ സഹായകരം. ആൻഡ് ഇനി യൂട്രസിന്റെ എൻഡോമെട്രിയത്തിലാണ്, എൻഡോമെട്രിയത്തിൽ ആദ്യം ഈസ്ട്രോജൻ, ആദ്യ 14 ദിവസം ഈസ്ട്രോജന്റെ കയ്യിലായിരുന്നു. ഈസ്ട്രോജൻ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, അതിന് നമ്മൾ ഈസ്ട്രോജൻ പ്രൈംഡ് എന്നാണ് വിളിക്കുക. സോ പ്രൊമോട്ട് സെക്രട്ടറി ആക്ടിവിറ്റി, ഈസ്ട്രോജൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള സെക്രട്ടറി ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അപ്പോൾ യൂട്രൈൻ ഗ്ലാൻഡ് വലുതാകും, ഇവിടേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ, ഇവിടെയുള്ള മയോമെട്രിയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ വരും. ആൻഡ് ഓൾസോ ഇവിടെ കൂടുതൽ ഗ്ലൈക്കോജൻ, ഫാറ്റ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാം, അപ്പോൾ നിഡേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ എനർജിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. സോ നൗ യൂട്ടറസ് ഈസ് റെഡി, യൂട്ടറസിനെ റെഡിയാക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ ഇംപ്ലാന്റേഷൻ ഓർ ഫെർട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നു, പിന്നെ ഇവിടെ നിഡേഷൻ നടന്നാൽ ഇനി ഇതിനെ പുറന്തള്ളാതെ നോക്കണം അല്ലെ, യൂട്രസിനകത്തുള്ള കൊച്ച് അല്ലെങ്കിൽ സൈഗോട്ടിനെ പുറന്തള്ളാതെ നോക്കാൻ യൂട്രസിന്റെ കൺട്രാക്ഷൻ നടക്കണോ വേണ്ട, അപ്പൊ യൂട്രസിന്റെ കൺട്രാക്ഷൻ കുറയ്ക്കും. സോ കൺട്രാക്ഷൻ ഫ്രീക്വൻസീസ് കുറയ്ക്കും. സോ ഇതാണ് നമ്മൾ ത്രെറ്റൻഡ് അബോർഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ്. ഇനി ഇത് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് നമ്മുടെ ശരീരം ചിലപ്പോൾ കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മ്യൂണിറ്റിയിൽ കുറവ് വരുത്തണം. സോ ഡിപ്രസ് ടി സെല്ലിന്റെ ഫംഗ്ഷൻസ് കുറയ്ക്കുക, ഇമ്മ്യൂൺ അറ്റാക്ക് കുറയ്ക്കുക, അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ഫോറിൻ ആണ് എന്ന് കരുതി പുറന്തള്ളുന്ന ആക്ഷൻസും കുറയ്ക്കും, അതും അബോർഷന് എതിരായിട്ടുള്ള ആക്ഷനാണ്. ദെൻ ഇനി ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ സെർവിക്സിലും വജൈനയിലും എന്ത് ചെയ്യണം, സെർവിക്സിൽ പുതിയ സ്പേം ഇങ്ങോട്ട് വരണം, തടയണം അല്ലെ, അപ്പോൾ സെർവിക്സിലും വജൈനയിലും അതനുസരിച്ച് ചേഞ്ചസ് വരണം. സോ പുതിയ സ്പേം വരാതിരിക്കാനായിട്ട് സെർവിക്സ് ഹാസ് ടു ബി തിക്കൻഡ്, അവിടുത്തെ മ്യൂക്കസ് തിക്കൻഡ് ആകണം, സെർവിക്കൽ മ്യൂക്കോസ തിക്നെസ് വർദ്ധിക്കും. സോ സ്പേം വരത്തില്ല, സ്പേം വന്നാലും കടന്നു പോകാൻ പറ്റത്തില്ല. വജൈനയിലോ ഇവിടെ അവിടെയും അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തും. മാത്രമല്ല ഇവിടെ കൂടുതലായിട്ട് WBC ഒക്കെ വരുമ്പോൾ ഇനി ഇൻഫെക്ഷൻസ് ഒന്നും ഇവിടെ വരാതെ നോക്കി കഴിഞ്ഞാൽ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റും. സോ ഈ തടയുന്ന പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ, ഇത് നമുക്ക് കോൺട്രാസെപ്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇത് നമുക്ക് പ്രഗ്നൻസിയെ ഫേവറിംഗ് ആയിട്ടുള്ള ഉപയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി മറ്റൊരു ആക്ഷൻ പ്രൊജസ്ട്രോൺ ഉള്ളപ്പോൾ നേരെ നമ്മുടെ ഹൈപ്പോതലാമസ്, ഇത് ഹൈപ്പോതലാമസിലാണെങ്കിൽ അവിടെ പോയിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ആക്ട് ചെയ്യുമ്പോഴത്തേക്കും GnRH കുറയും. GnRH കുറയുമ്പോൾ FSHും LHും കുറയും. സോ ഇതും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഇത് നമുക്ക് കോൺട്രാസെപ്ഷൻ വേണ്ടിയുള്ള ആക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഹൈപ്പോതലാമസിൽ തന്നെ പ്രവർത്തിച്ചിട്ട് ബോഡി ടെമ്പറേച്ചർ കുറച്ച് കൂട്ടുന്ന പരിപാടിയുണ്ട്, 0.5 ഡിഗ്രി കൂട്ടുന്ന പരിപാടിയുണ്ട്, അതിനെ നമ്മൾ തെർമോജനിക് എഫക്ട്, അതുകൊണ്ടാണ് LH ഫേസ് കഴിയുമ്പോഴത്തേക്കും ബോഡി ടെമ്പറേച്ചർ കൂടുക. ഇനി ബ്രസ്റ്റിൽ, ഓൺ ദ ബ്രസ്റ്റിൽ എന്താ ചെയ്യുക, മാമറി ഗ്ലാൻസിൽ ഡെവലപ്മെന്റ് ഓഫ് ലോബുലാർ ആൻഡ് ആവിയോള, ലോബുലാറും ആവിയോളയുടെയും ഫംഗ്ഷൻസ് വർദ്ധിപ്പിക്കും. സോ ബ്രസ്റ്റ് പ്രൊലിഫറേഷൻ ആൻഡ് എൻലാർജ്മെന്റിന് സഹായിക്കുന്നു. സാധാരണ രീതിയിൽ സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ അത് ടേൺ ഓവറൊക്കെ വർദ്ധിപ്പിക്കുകയാണ്, പക്ഷേ സ്ഥിരം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടി നിൽക്കുകയാണ്. പ്രൊജസ്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊജസ്ട്രോൺ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, മാമറി ഗ്ലാൻസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, പ്രിപ്പയർ ഫോർ ലാക്ടേഷൻ. സോ പ്രസവ സമയമാകുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കുറയുമ്പോഴത്തേക്കും പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ സെക്രീറ്റ് ചെയ്യും, സോ പാൽ സ്രവിക്കുകയും ചെയ്യും. സോ അതാണ് പ്രൊജസ്ട്രോണിന്റെ അവിടുത്തെ ഒരു ആക്ഷൻ. ഇനി റെസ്പിറേഷനിലെ കുറച്ച് മൈനർ എഫക്റ്റ് ഉണ്ട്, ഇൻക്രീസ് വെന്റിലേഷൻ ആൻഡ് ഓൾസോ സ്റ്റിമുലേറ്റ് റെസ്പിറേറ്ററി സെന്റർ. ഒരു കൊച്ചും കൂടി
ഉണ്ട്. അപ്പോൾ കൂടുതൽ ഓക്സിജനെ കിട്ടണമെങ്കിൽ റെസ്പിറേഷൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിൽ ഇൻക്രീസ് സോഡിയം ആൻഡ് ഓൾസോ വാട്ടർ റിറ്റൻഷൻ കൂട്ടുന്നുണ്ട്. സോ ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ട്. ആൻഡ് പ്രൊജസ്ട്രോൺ ക്യാൻ ഇമ്പയർ ദ ഗ്ലൂക്കോസ് ടോളറൻസ് ഇമ്പയർ ചെയ്യാൻ പറ്റും. ദെൻ LDL കൊളസ്ട്രോൾ, അവിടെ ഒരു ചെറിയ വ്യത്യാസം ഈസ്ട്രോജനായിട്ടുണ്ട്. LDL കൊളസ്ട്രോൾ കൂട്ടുക ആൻഡ് HDL കുറയ്ക്കുക. സോ ഇതാണ് ഈസ്ട്രോജനായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഓപ്പോസിറ്റ് ഡിഫറൻസ്. ദെൻ ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്, ഓസ്റ്റിയോക്ലാസ്റ്റിനെ കുറയ്ക്കുന്നുണ്ട്. സോ ബോൺ മിനറൽ ഡെൻസിറ്റിയൊക്കെ ഇതും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇതെല്ലാമാണ് ഇവയുടെ ആക്ഷൻസ് എന്ന് പറയാം. ഇനി നമ്മൾ നാച്ചുറൽ പ്രൊജസ്ട്രോൺ കൊടുത്താൽ, ബയോ ഐഡന്റിക്കൽ ഓർ നമ്മൾ യാമിൽ നിന്ന് കിട്ടുന്ന പ്രൊജസ്ട്രോൺ മൈക്രോണൈസ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില മെറ്റബോളൈറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം 5-ആൽഫ പ്രഗ്നാനോലോൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇതേപോലെ 5-ബീറ്റ പ്രഗ്നാനലോൺ ഉണ്ടാവുന്നുണ്ട്. സോ ഇതെല്ലാം ഗാബ ചാനലിൽ, ഗാബ എ ക്ലോറൈഡ് ചാനലിൽ പ്രവർത്തിച്ചിട്ട് CNS ചില ആക്ഷൻസ് ഉണ്ടാക്കാം. ആങ്സിയോളറ്റിക്, ആന്റി ഡിപ്രസന്റ് പോലെയുള്ള ആക്ഷൻസ്. സോ ഇത് ഒറിജിനൽ പ്രൊജസ്ട്രോണിന് മാത്രമുള്ള ഈ ആക്ഷൻസ്. സോ നമ്മൾ പ്യുവർ പ്രൊജസ്ട്രോൺ തന്നെ റൂട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വജൈനലി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പല ആക്ഷൻസും ഇല്ലാതെയുമാകും. ബിക്കോസ് അതുള്ള മെറ്റബോളിസം അവിടെ നടക്കാതെ നമുക്ക് ലോക്കൽ ആക്ഷൻസ് മാത്രമായിരിക്കും കിട്ടുക. ബിക്കോസ് ഇൻഡസ്റ്റൈനിലും അവിടേക്കുള്ള 5-ആൽഫ റിഡക്ടേസ്, 5-ബീറ്റ റിഡക്ടേസ് ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ ഉപയോഗിക്കുന്നത് അധികം പ്രൊജസ്റ്റിൻ, സിന്തറ്റിക് പ്രൊജസ്റ്റിൻസ് ആണ്. അതിന് ഇങ്ങനെയുള്ള ആക്ഷൻസ് കുറവാണ്. ഒരു മരുന്നുണ്ട് ബ്രെക്സാനലോൺ എന്ന് പറയുന്ന മരുന്ന്. ബ്രെക്സാനലോൺ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷന് നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ്. സോ ഇത് പ്രൊജസ്റ്റിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള CNS ആക്ഷൻസ് ആർ പ്രോമിനന്റ് ആണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ബ്രെക്സാനലോൺ ഒരു പ്രൊജസ്ട്രോൺ മെറ്റബോളൈറ്റ് ആണ്. ആൻഡ് ഇവയുടെ പ്രധാനപ്പെട്ട യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട യൂസസ് ഉണ്ട്. ഒന്ന് HRT ആണ്, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ഹോർമോണൽ തെറാപ്പി എന്ന് നമ്മൾ പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. രണ്ടാമത്തത് OCPസിലാണ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇത് നമ്മൾ HRTയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും നമ്മൾ ഒന്ന് ഈസ്ട്രോജനിൽ നമ്മൾ പറഞ്ഞു, ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് നമ്മൾ പല വീഡിയോ ആയിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്കിലും ഇതിൽ നമ്മൾ പ്രൊജസ്റ്റിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രൊജസ്റ്റിൻ ചേർക്കുക. സപ്പോസ് ദ ഫീമെയിൽ അണ്ടർഗോൺ ഹിസ്റ്റക്ടമി, അവരുടെ ഇത് റിമൂവ് ചെയ്ത്, യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത ആൾക്കാർക്ക് വീണ്ടും പ്രൊജസ്റ്റിൻ കൊടുക്കണോ എന്ന് വെച്ചാൽ വേണ്ട. അവർക്ക് പ്രൊജസ്റ്റിൻ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാമെന്നും പ്രത്യേകം ഓർക്കുക. ഇനി ഇതല്ലാതെ ഓറൽ കോൺട്രാസെപ്റ്റീവ് അല്ലാതെ ഇഞ്ചെക്ഷൻസ് ആയിട്ട് നമ്മൾ കോൺട്രാസെപ്ഷന് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി യൂസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇൻ എൻഡോമെട്രിയോസിസിൽ നമ്മൾ പ്രൊജസ്റ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് സൈറ്റിൽ എൻഡോമെട്രിയം പ്രസന്റ് ആണ് എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. സോ പ്രൊജസ്ട്രോൺ എൻഡോമെട്രിയത്തിന്റെ ഗ്രോത്ത് കുറയ്ക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്മെനോറിയ പ്രശ്നങ്ങൾ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി, സോ ഇതെല്ലാം നിയന്ത്രിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. സോ അതൊരു ഹൈപ്പോ ഈസ്ട്രോജനിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. ഈസ്ട്രോജന്റെ അളവ് വളരെയധികം കുറഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. സോ ഇഡിയോപ്പതിക് ഒവേറിയൻ സ്റ്റിമുലേഷൻ എല്ലാം ഉണ്ടാക്കാം. ഇത് കുറയ്ക്കാൻ കാരണം പ്രൊജസ്ട്രോൺ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും GnRH കുറയ്ക്കുന്നു, GnRH കുറയ്ക്കുമ്പോൾ FSMLH കുറയ്ക്കുന്നു. സോ അപ്പോൾ ഈസ്ട്രോജൻ കുറയും. സോ അതുമൂലമാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് കണ്ടീഷനിൽ ഉപയോഗിക്കുക. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു യൂസാണ്, ദാറ്റ് ഈസ് ഇൻ എൻഡോമെട്രിയൽ ക്യാൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്നു. മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് ഒക്കെ നമ്മൾ ഹൈ ഡോസിൽ കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് പാലിയേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. മറ്റൊരു ഉപയോഗം ഇൻ പ്രീ മെൻസ്ട്രൽ ടെൻഷൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ്, ബ്രസ്റ്റ് ടെൻഡർനസ്. സോ ഇതിലൊക്കെ നമുക്ക് SSRIs എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. ആന്റി ഡിപ്രസൻസ് ആണ് ഉപയോഗിക്കുക. ദെൻ വി ക്യാൻ ഓൾസോ ഗിവ് സം പ്രൊജസ്ട്രോൺ നമുക്ക് കൊടുക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം ദാറ്റ് ഈസ് ഇൻ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്ങിലാണ്. സോ നോർമൽ മെൻസ്ട്രൽ സൈക്കിളിന് പുറത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ DUBs എന്ന് വിളിക്കുക. ഇപ്പോൾ റെഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെട്രോക്സി പ്രൊജസ്ട്രോൺ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ നാച്ചുറൽ വിഡ്രോവൽ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പ്രൊജസ്ട്രോൺ മൂലം പറ്റും. സോ ഇതോടനുബന്ധിച്ച് നമ്മൾ മറ്റൊരു ഉപയോഗമാണ് പോസ്റ്റ്പോൺമെന്റ് ഓഫ് മെൻസസ് ഒന്ന് നീട്ടി വെക്കണം അല്ലെ. അത് നമുക്ക് പ്രൊജസ്ട്രോൺ ഉപയോഗിക്കാം. പ്രൊജസ്ട്രോൺ ഉയർന്നു നിൽക്കുന്ന സമയത്തോളം നമ്മുടെ എൻഡോമെട്രിയൽ ഷെഡിങ് ഉണ്ടാവുന്നില്ല. സോ പ്രൊജസ്ട്രോൺ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ മെൻസസ് വീണ്ടും പഴയ പോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അതിനാണ് വേറൊരു പ്രധാനപ്പെട്ട ഉപയോഗം, പോസ്റ്റ്പോൺമെന്റ് ഓഫ് മെൻസസ്. സാധാരണ നോറത്തിസ്ട്രോണോ പ്രിമിലൂട്ട് എന്നൊക്കെ പറയുന്ന മരുന്നുകളായിരിക്കും നമ്മൾ ഈ പരിപാടിക്ക്, ഈ സംഗതിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നത് പ്രഗ്നൻസി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഇൻ പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ്
ഡെഫിഷ്യൻസി ഇൻ പ്രൊജസ്ട്രോൺ അതുമൂലമുണ്ടാകുന്ന ത്രെറ്റൻഡ് അബോർഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹാബിച്വൽ അബോർഷൻ എന്ന് പറയും. സോ ഗർഭിണിയാണ്, അത് അബോർഷൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി, സോ പ്രഗ്നൻസി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഫീറ്റസ് എക്സ്പെൽഷൻ നടത്താതിരിക്കാൻ നമുക്ക് പ്രൊജസ്ട്രോൺ വേണം. സോ അബോർഷൻ ചാൻസ് കുറയ്ക്കാൻ സസ്റ്റെയിനിങ് ഓഫ് പ്രഗ്നൻസി പ്രൊജസ്ട്രോൺ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാ കേസിലും പ്രൊജസ്ട്രോൺ അങ്ങനെ കൊടുക്കരുത് എന്നൊക്കെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിനെ മെട്രോക്സി പ്രൊജസ്ട്രോൺ അസിറ്റേറ്റ് ഒക്കെ പോലുള്ള ലോങ് ആക്ടിങ് ഫോർമുലേഷൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഡിപ്പോ-പ്രോവേറ ഇങ്ങനെയൊക്കെയുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതേപോലെയുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കാം ഈ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുക. സോ അബോർഷൻ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടാവാതിരിക്കാൻ. ഇനി സപ്രഷൻ ഓഫ് പോസ്റ്റ് പാർട്ടം, പ്രസവശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ അബോർഷൻ ശേഷമായിരിക്കാം ലാക്ടേഷൻ വരികയാണെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനും ചിലപ്പോൾ മുലപ്പാൽ നിർത്താൻ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ ആക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മാമറി ഗ്ലാൻഡിലുള്ള ആക്ഷൻ പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് വേറെ കാബർഗോലിനോ അല്ലെങ്കിൽ ബ്രോമോക്രിപ്റ്റിനോ ഒക്കെ പോലെയുള്ള മരുന്നുകളുണ്ട്, വേണമെങ്കിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഇനി പറയേണ്ടത്. അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൊജസ്ട്രോൺ വിവിധ തരത്തിലുള്ള പറഞ്ഞു. സോ എല്ലാത്തിനും കൂടി ഒരേ അഡ്വേഴ്സ് എഫക്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ജനറൽ കുറച്ച് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് പറയുക. സോ ജനറൽ ആയിട്ട് പറഞ്ഞാൽ തലവേദന ഉണ്ടാകാം, തലവേദന എഴുതാം, ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാം, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാകാം, ദെൻ എഡീമ ചിലപ്പോൾ ഉണ്ടായേക്കാം, ദെൻ മൂഡ് സ്വിങ്. സോ ഇതെല്ലാം ഹോർമോണൽ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദെൻ HDL കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. ദെൻ ഏർലി പ്രഗ്നൻസിയിൽ നമ്മളിത് സ്റ്റെബിലൈസ് ചെയ്യാൻ ത്രെറ്റൻഡ് അബോർഷൻ ഇല്ലാതാക്കാനായിട്ട് ഏർലി പ്രഗ്നൻസിയിൽ കൊടുത്താൽ അവിടെയുള്ള കുട്ടി കുഞ്ഞാണെങ്കിൽ മെസ്കുലനൈസേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പുരുഷ സ്വഭാവങ്ങൾ ഉണ്ടാക്കാവുന്ന മെസ്കുലനൈസേഷൻ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടി ഓർത്തു. ദെൻ സാധാരണ റെഗുലർ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ അമിനേറിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത് ഉണ്ടാകും. ദെൻ ആൻഡ്രോജനിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ മൂക്കുരു അങ്ങനെയൊക്കെയുള്ള ഹെർസ്യൂട്ടിസം ഉണ്ടാക്കാം. ആന്റി ആൻഡ്രോജനിക് ആണെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിൽ നമുക്ക് പല മരുന്നുകളെ കുറിച്ചും പ്രത്യേകമായിട്ട് പറയേണ്ടി വരും. ഉദാഹരണത്തിന് മെട്രോക്സി പ്രൊജസ്ട്രോൺ അതിനെക്കുറിച്ച് പറയേണ്ടി വരും, ഡിഫാസ്ട്രോൺ അല്ലെ ഡിഡ്രിസ്ട്രോൺ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയണമെങ്കിൽ പറയാം, അഡ്വേഴ്സ് എഫക്റ്റും യൂസ് ഒക്കെ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ആന്റി പ്രൊജസ്ട്രോൺ മെഫിപ്രിസ്റ്റോൺ ലൈക്ക് ഡ്രഗ്സിനെ കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.